ഏതായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ഏരിയയിൽ നിന്നാണ് വന്നത് അങ്ങനെ വല്ലതും നോട്ട് ചെയ്യാനായിട്ട് പറ്റിയോ? ക്രോണോളജി കുറച്ചധികം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അറിയാവുന്ന റൈറ്റേഴ്സ് ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല. ഈസി ആയിരുന്നു. എനിക്ക് പേപ്പർ 1 ഇത്തിരി ടഫായിട്ട് തോന്നി. പേപ്പർ 2 കുഴപ്പമില്ലായിരുന്നു, മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാരും ക്രോണോളജിയിലൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അങ്ങനെ തോന്നിയോ? എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ, ജനറൽ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? പേപ്പർ അതായിരുന്നു ഇത്തിരി ടഫായിട്ട് തോന്നി. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടെ ടഫായിട്ട്. മാത്സും അതൊക്കെ വിചാരിച്ച പോലെ ആയിരുന്നില്ല. എല്ലാരും പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു എഴുതിയത്? ഇപ്പൊ PG ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് കുറെ സിലബസിൽ നിന്ന് വന്നു. മുന്നത്തെ തവണയൊക്കെ ഭയങ്കരമായിട്ട് കേട്ടിട്ടില്ലാത്ത ആൾക്കാര്, പക്ഷെ റിലവന്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ബട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷേ ഐ വാണ്ട് ടു പ്ലഗ് സെയിന്റ് തെരേസാസ് കോളേജ്. അവിടുത്തെ സിലബസ് മൊത്തമായിട്ടാണ് വന്നത്. ശരിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത്രയും കൂടെ ഈസി ആയിരിക്കും. പേപ്പർ 2 ഈസി ആയിരിക്കും, പക്ഷെ പേപ്പർ 1 മാത്രം ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് മാത്സ് നമ്മളുടെ ഒരു ഇംഗ്ലീഷ് നെറ്റ് എഴുതുന്ന ഒരാൾ പ്രതീക്ഷിക്കുന്ന ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല. ഇല്ല. ഓക്കെ, ഫസ്റ്റ് പേപ്പർ ആയിരുന്നോ സെക്കൻഡ് പേപ്പർ ആയിരുന്നോ? ഫസ്റ്റ് പേപ്പർ നല്ല പാടായിരുന്നു, പ്രത്യേകിച്ച് മാത്സ്. ഓക്കെ, ബാക്കി സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. PG ചെയ്തോണ്ടിരിക്കുകയാണോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ള പോലെ തോന്നിയോ? ഉണ്ട്, അത് കുറേം കൂടി റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരിടത്ത് പഠിപ്പിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് കൂടുതലും ഡയറക്റ്റ് ആയിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ക്രോണോളജിയൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ശരി, കാരണം ഒരുപാട് ക്രോണോളജി ഉണ്ട്. പിന്നെ ഫെമിലിയർ ആയിട്ടുള്ളതാണ് കൂടുതലും ചോദിച്ചത്. പാർട്ട് 1ലും പിന്നെ മാത്സ് ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള 1-2 ഉണ്ടായിരുന്നു. സബ്ജക്ട് വൈസ് ഈസി ആയിരുന്നു, പഠിച്ചു വരുന്നവർക്ക് ക്ലിയർ ആയിരുന്നു. ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ കമ്പയർ ചെയ്തുമ്പോൾ ഫസ്റ്റ് പേപ്പർ പാടായിരുന്നു, പക്ഷെ സെക്കൻഡ് പേപ്പർ PYQs ഒക്കെ ചെയ്തവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു വന്നേ? PYQs ഒക്കെ നോക്കിയിട്ടാണ് വന്നതല്ലാണ്, ട്രെയിനിങ്ങിന് അങ്ങനെയൊന്നും പോയില്ല. ബട്ട് PYQs നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. എക്സാമിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, അപ്പൊ അതിന്റെ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യായിരുന്നു തോന്നി. പ്രിപ്പയർ ചെയ്തിട്ട് വന്നവർക്ക് ഈസി ആയിരുന്നു അങ്ങനെ തോന്നുന്നു. കുറെ പേര് അങ്ങനെ പറഞ്ഞു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏത് ഏരിയയിൽ നിന്നാ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേ അങ്ങനെ വല്ലതും തോന്നിയോ? ഇല്ല, ഇംഗ്ലീഷ് മെയിൻ ആയിട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം ഓരോ വർക്ക്സിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറെ ഏരിയാസ്. ഓക്കെ, ജനറൽ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു കമ്പാരിറ്റീവ്ലി. അപ്പൊ അതുകൊണ്ട് കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഈസി ആയിരുന്നു എന്നാണ്? പേപ്പർ 1ഉം 2ഉം ഈസി ആയിരുന്നു. മാത്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ? മാത്സിന്റെ DI മാത്രം ഇച്ചിരി പാടായിരുന്നു, ബാക്കിയെല്ലാം 2 എളുപ്പമായിരുന്നു. 1ലെ DI ഒക്കെ ഭയങ്കര ടഫായിരുന്നു തോന്നി. ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ ചോദ്യം ചോദിച്ചു അങ്ങനെ വല്ലതും തോന്നിയോ? പേപ്പർ 2 കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, മാത്സ് മൊത്തത്തിൽ ഞാൻ പേപ്പർ 1 അധികം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിന് പഠിച്ചവർക്ക് ഇത്തിരി ഭയങ്കര ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര ടഫായിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നോ എഴുതിയേ? ഇല്ല, ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുവാണോ? ഇപ്പൊ കഴിഞ്ഞോളൂ. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മീൻസ് സിലബസ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉള്ളതായിട്ട് തോന്നിയോ? പേപ്പർ 2 ഉണ്ടായിരുന്നു. പേപ്പർ 2 ഈസി. PYQs കുറെ ചെയ്തിരിക്കാൻ നല്ല ഫെമിലിയർ ആയിരിക്കും. ലാസ്റ്റ് ടൈമൊക്കെ ഒട്ടും പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇപ്രാവശ്യം എല്ലാം മേ ബി 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒട്ടും അറിയാത്ത ഏരിയാസിലാണ്. അങ്ങനെയൊക്കെ. പേപ്പർ 1 DI was really bad. എല്ലാരും പറഞ്ഞു DI. ബാക്കി അസേർഷൻ റീസണിങ് പോലെ ലോജിക് ബേസ് ചെയ്യാൻ നോക്കും, പക്ഷെ കിട്ടത്തില്ല എന്നുള്ളത്. കഴിഞ്ഞ ഇപ്പൊ എന്റെ 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. 3ാമത്തെ അറ്റംപ്റ്റില് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത് തോന്നിയത്. ജനറൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിരുന്നു, മാത്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിച്ചത്. ബാക്കി ഞാൻ ഇംഗ്ലീഷാണ് എഴുതിയത്. ഇംഗ്ലീഷ് നല്ല സിമ്പിൾ ആയിരുന്നു, അപ്പൊ അത്ര വലിയ ഇതായിട്ട് ചോദിച്ചില്ല. എപ്പോഴും വരുന്ന പോലത്തെ ആ ഒരു ഓർഡറിലാണ്. സബ്ജക്ട് വൈസ് ഓക്കെ ആയിരുന്നു, അതല്ലാതെ മാത്സും അങ്ങനെ ജനറൽ കുറച്ച് ടഫ് ആയിരുന്നു. PG സിലബസ് കവർ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ള സിലബസ് ഉണ്ടായിരുന്നു. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജനറലായിട്ട് മുന്നേ എഴുതിയ ശീലമൊന്നുമില്ല, അപ്പൊ പിന്നെ ഇതിന്റെ പാറ്റേൺസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല, പ്രത്യേകിച്ച് പേപ്പർ 1ന്റെ കാര്യം പറയുമ്പോൾ. അപ്പം കുറച്ച് മാത്സ് ടഫായതെന്നല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ, പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.